ശാന്തി 13/9/24 പ്രഭാതമുരളി ബാബ് ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ സർവ ആത്മാക്കളെയും കർമ്മബന്ധനത്തിൽ നിന്നും സാൽവേജ് ചെയ്യുന്ന, അതായത് രക്ഷിക്കുന്ന സാൽവേഷൻ ആർമിയാണ്. നിങ്ങൾ കർമ്മബന്ധനത്തിൽ കുടുങ്ങാതിരിക്കണം. ചോദ്യം: ഏതൊരു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമെങ്കിൽ ആത്മാവ് വളരെയധികം ശക്തിശാലിയായി മാറും? ഉത്തരം: എപ്പോഴെല്ലാം സമയം ലഭിക്കുമോ അപ്പോൾ ശരീരത്തിൽ നിന്നും ഡിറ്റാച്ച് ആകുന്നതിൻ്റെ പ്രാക്ടീസ് ചെയ്യൂ. ഡിറ്റാച്ച് ആകുന്നതിലൂടെ ആത്മാവിൽ ശക്തി തിരികെ വരും, അതിൽ ബലം നിറയും. നിങ്ങൾ അണ്ടർഗ്രൗണ്ട് മിലിറ്ററിയാണ്. നിങ്ങൾക്ക് ഡയറക്ഷൻ ലഭിക്കുന്നു. അറ്റൻഷൻ പ്ലീസ്, അതായത് ഒരു ബാബയുടെ ഓർമ്മയിലിരിക്കൂ, അശരീരി ആകൂ. ഓം ശാന്തി. ഓം ശാന്തിയുടെ അർത്ഥം ബാബ നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു തന്നു. മിലിറ്ററി നിൽക്കുന്നിടത്ത് അവർ അറ്റൻഷൻ എന്ന് പറയുന്നു. അവരുടെ അറ്റൻഷൻ എന്നാൽ സൈലൻസ്. ഇവിടെയും നിങ്ങളോട് ബാബ പറയുന്നു, അറ്റൻഷൻ എന്നാൽ ഒരു ബാബയുടെ ഓർമ്മയിലിരിക്കൂ. വായിലൂടെ സംസാരിക്കേണ്ടതുണ്ട്, അല്ലാത്ത പക്ഷം വാസ്തവത്തിൽ സംസാരിക്കുന്നതിൽ നിന്ന് പോലും ദൂരെയാകേണ്ടതാണ്. അറ്റൻഷൻ ബാബയുടെ ഓർമ്മയിലാണോ? ബാബയുടെ ഡയറക്ഷൻ അഥവാ ശ്രീമത് ലഭിക്കുന്നു. നിങ്ങൾ ആത്മാവിനെയും തിരിച്ചറിഞ്ഞു, ബാബയെയും തിരിച്ചറിഞ്ഞു. അപ്പോൾ ബാബയെ ഓർമ്മിക്കാതെ നിങ്ങൾക്ക് വികർമ്മജീത് അഥവാ സതോ പ്രധാനവും പവിത്രവും ആകുവാൻ സാധിക്കില്ല. മുഖ്യമായ കാര്യം തന്നെ ഇതാണ്. ബാബ പറയുന്നു, മധുരമധുരമായ ഓമന സന്താനങ്ങളെ, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ഇതെല്ലാം ഈ സമയത്തെ കാര്യങ്ങളാണ്. അവർ പിന്നെ ആ ഭാഗത്തേക്ക് കൊണ്ടുപോയി. അവരും മിലിറ്ററിയാണ്, നിങ്ങളും മിലിറ്ററിയാണ്. അണ്ടർഗ്രൗണ്ട് മിലിറ്ററിയും ഉണ്ടല്ലോ, മറയുന്നു. നിങ്ങളും അണ്ടർഗ്രൗണ്ടാണ്, നിങ്ങളും മറയുന്നു, അതായത് ബാബയുടെ ഓർമ്മയിൽ ലയിക്കുന്നു. ഇതിനെ അണ്ടർഗ്രൗണ്ട് എന്ന് പറയുന്നു. ആർക്കും തിരിച്ചറിയാൻ സാധിക്കില്ല, കാരണം നിങ്ങൾ ഗുപ്തമാണല്ലോ. നിങ്ങളുടെ ഓർമ്മയുടെ യാത്ര ഗുപ്തമാണ്. ബാബ കേവലം പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. കാരണം ബാബ അറിയുന്നുണ്ട്, ഓർമ്മയിലൂടെ ഈ പാവങ്ങളുടെ മംഗളം ഉണ്ടാകും. ഇപ്പോൾ നിങ്ങളെ പാവങ്ങൾ എന്ന് പറയുമല്ലോ. സ്വർഗത്തിൽ പാവങ്ങളില്ല. പാവങ്ങൾ എന്ന് പറയുന്നത് എവിടെയെങ്കിലും ബന്ധനത്തിൽ കുടുങ്ങിയിരിക്കുന്നവരെയാണ്. ഇതും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ബാബ മനസ്സിലാക്കിച്ചു തന്നു. നിങ്ങളെ ലൈറ്റ് ഹൗസ് എന്നും പറയുന്നു. ബാബയെയും ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നു. ബാബ അടിക്കടി മനസ്സിലാക്കിച്ചു തരുന്നു, ഒരു കണ്ണിൽ ശാന്തിധാമവും മറുകണ്ണിൽ സുഖധാമവും വയ്ക്കൂ. നിങ്ങൾ ലൈറ്റ് ഹൗസ് പോലെയാണ്. എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും നിങ്ങൾ ലൈറ്റായി ഇരിക്കൂ. എല്ലാവർക്കും സുഖധാമത്തിൻ്റെയും ശാന്തിധാമത്തിൻ്റെയും വഴി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കൂ. ഈ ദുഃഖധാമത്തിൽ എല്ലാവരുടെയും തോണി കുടുങ്ങിക്കിടക്കുകയാണ്. അതിനാൽ പറയുന്നു, ഹേ തോണിക്കാര, എൻ്റെ തോണിയെ അക്കരെ എത്തിക്കൂ. എല്ലാവരുടെയും തോണി കുടുങ്ങിക്കിടക്കുകയാണ്. അവരെ ആര് സാൽവേജ് ചെയ്യുവാനാണ്? മറ്റത് സാൽവേഷൻ ആർമി ഒന്നുമല്ല. അങ്ങനെ പേര് വയ്ക്കപ്പെട്ടിരിക്കുന്നു. വാസ്തവത്തിൽ സാൽവേഷൻ ആർമി നിങ്ങളാണ്. നിങ്ങൾ ഓരോരുത്തരെയും സാൽവേജ് ചെയ്യുന്നു. എല്ലാവരും 5 വികാരങ്ങളുടെ ചങ്ങലയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അതിനാൽ പറയുന്നു, നമ്മളെ ലിബറേറ്റ് ചെയ്യൂ, സാൽവേജ് ചെയ്യൂ. അപ്പോൾ ബാബ പറയുന്നു, ഈ ഓർമ്മയുടെ യാത്രയിലൂടെ നിങ്ങൾ അക്കരെ എത്തും. ഇപ്പോൾ എല്ലാവരും കുടുങ്ങിയിരിക്കുകയാണ്. ബാബയെ പൂന്തോട്ടക്കാരൻ എന്നും പറയുന്നു. എല്ലാം ഈ സമയത്തിൻ്റെ തന്നെ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് പുഷ്പമാകേണ്ടതുണ്ട്. ഇപ്പോഴാണെങ്കിൽ എല്ലാവരും മുള്ളുകളാണ്, കാരണം ഹിംസകരാണ്.
ഇപ്പോൾ അഹിംസകർ ആകേണ്ടതുണ്ട്, പാവനം ആകേണ്ടതുണ്ട്. ആരാണോ ധർമ്മം സ്ഥാപിക്കുവാൻ വരുന്നത്, ആ വരുന്നത് പവിത്ര ആത്മാക്കൾ തന്നെയാണ്. അവർ അപവിത്രമായിരിക്കുക സാധ്യമല്ല. ആദ്യം വരുമ്പോൾ പവിത്രമായത് കാരണം അവരുടെ ആത്മാവിനും ശരീരത്തിനും ദുഃഖം ലഭിക്കുക സാധ്യമല്ല. കാരണം അവരിൽ ഒരു പാപവുമില്ല. നമ്മൾ പവിത്രമായിരിക്കുമ്പോൾ ഒരു പാപവും ഉണ്ടാകുന്നില്ല. അപ്പോൾ മറ്റുള്ളവർക്കും ഉണ്ടാകുന്നില്ല. ഓരോ കാര്യത്തെക്കുറിച്ചും ചിന്തിക്കേണ്ടതുണ്ട്. അവിടെ നിന്നും ആത്മാക്കൾ ധർമ്മം സ്ഥാപിക്കുവാൻ വരുന്നു. പിന്നെ അവരുടെ ഡിനാസ്റ്റിയും നടക്കുന്നു. സിഖ് ധർമ്മത്തിൻ്റെയും ഡിനാസ്റ്റി ഉണ്ട്. സന്യാസിമാരുടെ ഡിനാസ്റ്റി നടക്കുന്നില്ല. രാജാക്കന്മാരായില്ല. സിഖ് ധർമ്മത്തിൽ മഹാരാജാവും മറ്റുമുണ്ട്. അപ്പോൾ സ്ഥാപന ചെയ്യുവാനായി അവർ വരുമ്പോൾ അത് പുതിയ ആത്മാവാണ് വരുന്നത്. ക്രൈസ്റ്റ് വന്ന് ക്രിസ്ത്യൻ ധർമ്മം സ്ഥാപിച്ചു. ബുദ്ധൻ, ബൗദ്ധം, ഇബ്രാഹിം, ഇസ്ലാം എല്ലാവരുടെയും പേരുമായി രാശി യോജിക്കുന്നു. അതായത് ധർമ്മസ്ഥാപകന്റെയും ധർമ്മത്തിൻ്റെയും പേരുകൾ തമ്മിൽ യോജിക്കുന്നു. ദേവീ ദേവതാ ധർമ്മത്തിൻ്റെ പേര് യോജിക്കുന്നില്ല. നിരാകാരനായ ബാബ തന്നെയാണ് വന്ന് ദേവീ ദേവതാ ധർമ്മത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നത്. ആ ഒന്ന് ദേഹധാരിയല്ല. മറ്റേതെല്ലാം ധർമ്മസ്ഥാപകരുണ്ടോ അവർക്ക് ദേഹത്തിൻ്റെ നാമമാണുള്ളത്. ഇത് ദേഹധാരിയല്ല. ഡിനാസ്റ്റി പുതിയ ലോകത്തിൽ നടക്കുന്നു. ബാബ പറയുന്നു, കുട്ടികളെ, സ്വയം ആത്മീയ മിലിറ്ററിയായി തീർച്ചയായും മനസ്സിലാക്കൂ. ആ മിലിറ്ററിക്ക് കമാൻഡറും മറ്റും ഉണ്ട്. അറ്റൻഷൻ എന്ന് പറയുമ്പോൾ ഉടൻ നിൽക്കുന്നു. ഇപ്പോൾ അവരാണെങ്കിൽ ഓരോരുത്തരും തങ്ങളുടെ ഗുരുവിനെ ഓർമ്മിക്കും, അല്ലെങ്കിൽ ശാന്തിയിലിരിക്കും. എന്നാൽ അത് അസത്യമായ ശാന്തിയാകുന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ ആത്മാവാണ്. നമ്മുടെ ധർമ്മം തന്നെ ശാന്തിയാണ്. പിന്നെ ഓർമ്മിക്കേണ്ടത് ആരെയാണ്? ഇപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കുന്നു. ജ്ഞാനസഹിതം ഓർമ്മയിലിരിക്കുന്നതിലൂടെ പാപം ഇല്ലാതാകുന്നു. ഈ ജ്ഞാനം മറ്റാർക്കും തന്നെയില്ല. ഞാൻ ആത്മാവ് ശാന്ത സ്വരൂപമാണ് എന്ന് മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല. നമുക്ക് ശരീരത്തിൽ നിന്നും ഡിറ്റാച്ച് ആയിരിക്കണം. ഇവിടെ നിങ്ങൾക്ക് ആ ബലം ലഭിക്കുന്നു. അതിലൂടെ നിങ്ങൾക്ക് സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയുടെ ഓർമ്മയിലിരിക്കാൻ സാധിക്കുന്നു. എങ്ങനെയാണ് സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ഡിറ്റാച്ചായി ഇരിക്കേണ്ടത് എന്ന് ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. നിങ്ങൾ അറിയുന്നുണ്ട്, നമ്മൾ ആത്മാക്കൾക്ക് ഇപ്പോൾ തിരികെ പോകേണ്ടതുണ്ട്. നമ്മൾ അവിടെ വസിക്കുന്നവരാണ്. ഇത്രയും ദിവസം വീടിനെ മറന്നുപോയിരുന്നു. നമുക്ക് വീട്ടിലേക്ക് പോകേണ്ടതുണ്ട് എന്ന് മറ്റാരും മനസ്സിലാക്കുന്നില്ല. പതീത ആത്മാവിന് തിരികെ പോകാൻ സാധിക്കില്ല. ആരെയാണ് ഓർമ്മിക്കേണ്ടത് എന്ന് മനസ്സിലാക്കിച്ചു തരുന്ന ആരും തന്നെയില്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഓർമ്മിക്കേണ്ടത് ഒന്നിനെ തന്നെയാണ്. മറ്റാരെങ്കിലും ഓർമ്മിക്കുന്നതിലൂടെ എന്ത് നേട്ടം? ഭക്തിമാർഗത്തിൽ ശിവ ശിവ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കൂ. ഇതിലൂടെ എന്തുണ്ടാകും എന്ന് ആർക്കും തന്നെ അറിയില്ല. ശിവനെ ഓർമ്മിക്കുന്നതിലൂടെ പാപം ഇല്ലാതാകും. ഇത് ആർക്കും അറിയില്ല. ശബ്ദം കേൾക്കപ്പെടും. അതും തീർച്ചയായും ശബ്ദം ഉണ്ടാവുക തന്നെ ചെയ്യും. ഈ കാര്യങ്ങൾ കൊണ്ടൊന്നും ഒരു നേട്ടവുമില്ല. ബാബ ഈ എല്ലാ ഗുരുക്കന്മാരിലൂടെയും അനുഭവിയാണല്ലോ. ബാബ പറഞ്ഞിട്ടുണ്ടല്ലോ, ഹേ അർജുന, ഇവരേവരെയും ഉപേക്ഷിക്കൂ. സദ്ഗുരുവിനെ ലഭിച്ചു. ഇവരേവരുടെയും ആവശ്യമില്ല. സദ്ഗുരു അക്കരെ എത്തിക്കുന്നു. ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ ആസുരീയ ലോകത്തിൽ നിന്നും അക്കരെ കൊണ്ടുപോകുന്നു. വിഷയസാഗരത്തിൽ നിന്നും അപ്പുറത്തേക്ക് പോകണം. ഈ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കേണ്ടവയാണ്. തോണിക്കാരൻ തോണിയെ ചലിപ്പിക്കുന്നവനായിരിക്കും. എന്നാൽ മനസ്സിലാക്കിച്ചു തരുന്നതിനു വേണ്ടിയാണ് ഈ പേര് വയ്ക്കപ്പെട്ടിരിക്കുന്നത്. ആ ഒന്നിനെ പറയുന്നത് പ്രാണേശ്വരനായ ബാബ എന്നാണ്. അതായത് പ്രാണൻ ദാനം നൽകുന്ന ബാബ. ആ ഒന്ന് അമരമാക്കി മാറ്റുന്നു. പ്രാണൻ എന്ന് ആത്മാവിനെയാണ് പറയുന്നത്.
ആത്മാവ് പുറത്തു പോകുമ്പോൾ പ്രാണൻ പുറത്തുപോയി എന്ന് പറയുന്നു. പിന്നെ ശരീരത്തെ സൂക്ഷിക്കാൻ പോലും അനുവദിക്കുന്നില്ല. ആത്മാവുണ്ടെങ്കിൽ ശരീരവും ആരോഗ്യമുള്ളതാണ്. ആത്മാവില്ലാതെ ശരീരത്തിൽ തന്നെ ദുർഗന്ധമുണ്ടാകുന്നു. പിന്നെ അതിനെ സൂക്ഷിച്ചു വെച്ച് എന്തു ചെയ്യുവാനാണ്? മൃഗങ്ങൾ പോലും ഇങ്ങനെ ചെയ്യില്ല. കേവലം ഒരു കുരങ്ങ് മാത്രമാണ് ഇങ്ങനെ, അതായത് അതിൻ്റെ കുട്ടി മരിച്ചു പോവുകയാണെങ്കിൽ ദുർഗന്ധം ഉണ്ടായാൽ പോലും ആ ജഡത്തെ ഉപേക്ഷിക്കില്ല, പറ്റിച്ചേർന്നിരിക്കും. അതാണെങ്കിൽ മൃഗമാണ്. നിങ്ങൾ മനുഷ്യരാണല്ലോ. ശരീരം വെടിഞ്ഞുവെങ്കിൽ പറയും, വേഗം അതിനെ പുറത്തു കൊണ്ടുപോകൂ. മനുഷ്യർ പറയും, സ്വർഗത്തിൽ പോയി. ജഡത്തെ എടുക്കുമ്പോൾ ആദ്യം പാദങ്ങൾ ശ്മശാനത്തിൻ്റെ നേർക്ക് വയ്ക്കുന്നു. പിന്നെ എപ്പോഴാണോ അവിടെ ഉള്ളിൽ പ്രവേശിക്കുന്നത്, പൂജയും മറ്റും ചെയ്ത ശേഷം വിചാരിക്കുന്നു, ഇപ്പോൾ ഇയാൾ സ്വർഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ തിരിച്ച് മുഖം ശ്മശാനത്തിൻ്റെ നേർക്കാക്കുന്നു. നിങ്ങൾ ശ്രീകൃഷ്ണനെയും ആക്യുറേറ്റായി കാണിച്ചിരിക്കുകയാണ്. നരകത്തെ പുറംകാൽ കൊണ്ട് തൊഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ശ്രീകൃഷ്ണന്റെ ശരീരമല്ല. ആ ഒന്നിൻ്റെ നാമവും രൂപവും മാറുന്നു. എത്ര കാര്യങ്ങൾ ബാബ മനസ്സിലാക്കിച്ചു തന്ന ശേഷം പറയുന്നു, മന്മനാഭവ. ഇവിടെ വന്ന് എപ്പോഴാണോ ഇരിക്കുന്നത് അപ്പോൾ അറ്റൻഷൻ, ബുദ്ധി ബാബയിൽ യോജിച്ചിരിക്കട്ടെ. നിങ്ങളുടെ ഈ അറ്റൻഷൻ ഫോർ എവർ അഥവാ സദാകാലത്തേക്കാണ്. ജീവിക്കുന്നത് വരെയും ബാബയെ ഓർമ്മിക്കണം. ഓർമ്മയിലൂടെ തന്നെയാണ് ജന്മജന്മാന്തരങ്ങളിലെ പാപം ഇല്ലാതാകുന്നത്. ഓർമ്മിക്കുകയില്ലെങ്കിൽ പാപവും ഇല്ലാതാകില്ല. ബാബയെ ഓർമ്മിക്കണം. ഓർമ്മയിൽ കണ്ണുകൾ ഒരിക്കലും അടയ്ക്കരുത്. സന്യാസിമാർ കണ്ണുകൾ അടച്ച് ഇരിക്കുന്നു. ചിലരാണെങ്കിൽ സ്ത്രീയുടെ മുഖം നോക്കുന്നില്ല, പട്ട കെട്ടി ഇരിക്കുന്നു. നിങ്ങൾ എപ്പോഴാണോ ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ രചയിതാവിൻ്റെയും രചനയുടെ ആദ്യമധ്യ അന്ത്യത്തിൻ്റെയും സ്വദർശന ചക്രം തിരിക്കണം. നിങ്ങൾ ലൈറ്റ് ഹൗസ് ആണല്ലോ. ഇത് ദുഃഖധാമമാണ്. ഒരു കണ്ണിൽ ദുഃഖധാമം, മറു കണ്ണിൽ സുഖധാമം. എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും സ്വയം ലൈറ്റ് ഹൗസായി മനസ്സിലാക്കൂ. ബാബ ഭിന്ന ഭിന്ന ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞു തരുന്നു. നിങ്ങൾ തൻ്റെയും സംരക്ഷണം ചെയ്യുന്നു. ലൈറ്റ് ഹൗസ് ആകുന്നതിലൂടെ തൻ്റെ മംഗളം ചെയ്യുന്നു. ബാബയെ തീർച്ചയായും ഓർമ്മിക്കേണ്ടതുണ്ട്. വഴിയിൽ വച്ച് ആരെങ്കിലും കണ്ടുമുട്ടുകയാണെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അറിയുന്ന ധാരാളം പേരെ കണ്ടുമുട്ടുന്നു. അവരാണെങ്കിൽ പരസ്പരം രാമ രാമ എന്ന് പറയുന്നു. അവരോട് പറയൂ, താങ്കൾക്കറിയാമോ, ഇത് ദുഃഖധാമമാണ്, അത് ശാന്തിധാമവും സുഖധാമവുമാണ്. താങ്കൾ ശാന്തിധാമത്തിലേക്കും സുഖധാമത്തിലേക്കും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ 3 ചിത്രങ്ങൾ ആർക്കെങ്കിലും മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത് വളരെ സഹജമാണ്. താങ്കൾക്ക് സൂചന നൽകുന്നു. ലൈറ്റ് ഹൗസിൻ്റെയും സൂചന നൽകുന്നു. ഇത് തോണിയാണ്. അത് രാവണന്റെ ജയിലിൽ കുടുങ്ങിക്കിടക്കുകയാണ്. മനുഷ്യനെ സാൽവേജ് ചെയ്യാൻ സാധിക്കില്ല. അതെല്ലാം ആർട്ടിഫിഷ്യൽ പരിധിയുള്ള കാര്യങ്ങളാണ്. ഇത് പരിധിയില്ലാത്ത കാര്യമാണ്. സൊസൈറ്റിയുടെ സോഷ്യൽ സേവനവും അതല്ല. വാസ്തവത്തിൽ സത്യമായ സേവനം ഇതാണ്. സർവരുടെയും തോണിയെ അക്കരെ എത്തിക്കണം. മനുഷ്യരുടെ എന്ത് സേവനം ചെയ്യണം എന്ന് നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. ആദ്യം പറയണം, നിങ്ങൾ ഗുരുവിനെ സ്വീകരിക്കുന്നു മുക്തിധാമത്തിലേക്ക് പോകുന്നതിനു വേണ്ടി, ബാബയുമായി കണ്ടുമുട്ടുന്നതിനു വേണ്ടി. പക്ഷേ ആരും കണ്ടുമുട്ടുന്നില്ല. കണ്ടുമുട്ടാനുള്ള വഴി ബാബ തന്നെയാണ് പറഞ്ഞു തരുന്നത്. ഈ ശാസ്ത്രവും മറ്റും പഠിക്കുന്നതിലൂടെ ഭഗവാന് ലഭിക്കുന്നു എന്ന് അവർ കരുതുന്നു. ആശ്വാസത്തോടെ ഇരിക്കുന്നതിലൂടെ പിന്നെ ഒടുവിൽ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ കണ്ടുമുട്ടും. എപ്പോൾ കണ്ടുമുട്ടും? ഇതെല്ലാം ബാബ നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തന്നു. നിങ്ങൾ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ഒന്നിനെ ഓർമ്മിക്കണം. ഏതെല്ലാം ധർമ്മസ്ഥാപകരുണ്ടോ അവരും ഇങ്ങനെ സൂചന നൽകുന്നു. കാരണം നിങ്ങൾ ശിക്ഷണം നൽകിയിട്ടുണ്ട്. അപ്പോൾ അവരും ഇങ്ങനെ സൂചന നൽകുന്നു.
സാഹിബിനെ ജപിക്കൂ. ആ ബാബ സദ്ഗുരുവാണ്. ബാക്കി അനേകം പ്രകാരത്തിലുള്ള ശിക്ഷണങ്ങൾ നൽകുന്നവരുണ്ട്. അവരെ ഗുരു എന്ന് പറയുന്നു. അശരീരി ആകുന്നതിൻ്റെ ശിക്ഷണം ആർക്കും അറിയില്ല. നിങ്ങൾ പറയും, ശിവ് ബാബയെ ഓർമ്മിക്കൂ. അവർ ശിവന്റെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ എല്ലായ്പ്പോഴും ശിവനെ ബാബ എന്ന് പറയുന്നതിൻ്റെ ശീലം ഉണ്ടായിരിക്കുകയാണ്. മറ്റാരെയും ബാബ എന്ന് പറയില്ല. എന്നാൽ അവർ നിരാകാരമല്ല, ശരീരധാരിയാണ്. ശിവനാണെങ്കിൽ നിരാകാരനാണ്, സത്യമായ ബാബയാണ്. ആ ഒന്ന് സർവരുടെയും ബാബയായി. എല്ലാ ആത്മാക്കളും അശരീരിയാണ്. കുട്ടികളായ നിങ്ങൾ ഇവിടെ എപ്പോഴാണോ ഇരിക്കുന്നത്, അപ്പോൾ ഈ ഈണത്തിൽ ഇരിക്കൂ, അതായത് ചിന്തയിലിരിക്കൂ. നിങ്ങൾ അറിയുന്നുണ്ട് നമ്മൾ എങ്ങനെയാണ് കുടുങ്ങിപ്പോയിരുന്നത് എന്ന്. ഇപ്പോൾ ബാബ വന്ന് വഴി പറഞ്ഞു തന്നു. ബാക്കി എല്ലാവരും കുടുങ്ങിയിരിക്കുകയാണ്, മുക്തമാകുന്നില്ല. ശിക്ഷകൾ അനുഭവിച്ച ശേഷം എല്ലാവരും മുക്തമാകും. കുട്ടികളായി നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ശിക്ഷകൾ അനുഭവിച്ച ശേഷം ഒരൽപ്പം റൊട്ടി നേടേണ്ടതുണ്ട്. ശിക്ഷ വളരെയധികം അനുഭവിക്കുകയാണെങ്കിൽ പദവി ഭ്രഷ്ടമായി പോകുന്നു. റൊട്ടി, അതായത് ഫലം ലഭിക്കുന്നത് കുറവാണ്. അല്പം ശിക്ഷയാണെങ്കിൽ ഫലം നല്ലത് ലഭിക്കും. ഇത് മുള്ളുകളുടെ കാടാണ്. എല്ലാവരും അന്യോന്യം മുള്ളുകൊണ്ട് കുത്തിക്കൊണ്ടിരിക്കുന്നു. സ്വർഗത്തെ പറയുന്നത് ഗാർഡൻ ഓഫ് അള്ളാഹ് എന്നാണ്. ക്രിസ്ത്യൻസും പറയുന്നു പാരഡൈസ് ഉണ്ടായിരുന്നു എന്ന്. ഏതെങ്കിലും സമയത്ത് സാക്ഷാത്കാരവും ഉണ്ടായേക്കാം. ഇവിടെയുള്ള ധർമ്മത്തിലുള്ളവരായേക്കാം. അവർ പിന്നെ സ്വന്തം ധർമ്മത്തിലേക്ക് വന്നേക്കാം. പിന്നെ കേവലം കണ്ടതുകൊണ്ട് ഇതിൽ എന്താണ് ഉണ്ടാകുന്നത്? കണ്ടതുകൊണ്ട് ആർക്കും പോകാൻ സാധിക്കില്ല. ബാബയെ തിരിച്ചറിയുകയും നോളജ് എടുക്കുകയും വേണം എന്നതുകൊണ്ട് എല്ലാവർക്കും വരുവാൻ സാധിക്കില്ല. ദേവതന്മാർ അവിടെ വളരെ കുറച്ചു പേരാണുള്ളത്. ഇപ്പോൾ ഇത്രയും ഹിന്ദുക്കളുണ്ട്. യഥാർത്ഥത്തിൽ ദേവതമാർ ആയിരുന്നുവല്ലോ. എന്നാൽ അവർ പാവനമായിരുന്നു. ഇവർ പതീതമാണ്. പതീതരെ ദേവത എന്ന് പറയുന്നത് ശോഭിക്കില്ല. ധർമ്മഭ്രഷ്ടം എന്നും കർമ്മഭ്രഷ്ടം എന്നും പറയുന്ന ഒരേ ഒരു ധർമ്മമാണിത്. ആദി സനാതന ഹിന്ദു ധർമ്മം എന്ന് പറയുന്നു. ദേവതാ ധർമ്മത്തിൻ്റെ കോളമേ വയ്ക്കുന്നില്ല. കുട്ടികളായ നമ്മുടെ മോസ്റ്റ് ബിലവഡായ ബാബയാണ്. ആ ഒന്ന് നിങ്ങളെ എന്തിൽ നിന്നും എന്താക്കി മാറ്റുന്നു? നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കും ബാബ എങ്ങനെയാണ് വരുന്നത്. ദേവതമാരുടെ പാദം പോലും പഴയ തമോപ്രധാന സൃഷ്ടിയിൽ വരുന്നില്ല എന്നിരിക്കെ ബാബ എങ്ങനെയാണ് വരിക? ബാബയാണെങ്കിൽ നിരാകാരനാണ്. ആ ഒന്നിന് തൻ്റേതായ പാദമില്ല. അതിനാൽ ഇദ്ദേഹത്തിൽ പ്രവേശിക്കുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ ഈശ്വരീയ ലോകത്തിൽ ഇരിക്കുകയാണ്. അവരെല്ലാം ആസുരീയ ലോകത്തിലാണ്. ഇത് വളരെ ചെറിയ സംഗമയുഗമാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ ദേവതാ ലോകത്തിലുമല്ല ആസുരീയ ലോകത്തിലുമല്ല. നമ്മൾ ഈശ്വരീയ ലോകത്തിലാണ്. ബാബ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനായി വന്നിരിക്കുകയാണ്. ബാബ പറയുന്നു, അത് എൻ്റെ വീടാണ്. നിങ്ങൾക്ക് വേണ്ടി തൻ്റെ വീട് ഉപേക്ഷിച്ച് വരുന്നു. ഭാരതം സുഖധാമമായി മാറുന്നു. അപ്പോൾ പിന്നെ ഞാൻ വരുന്നില്ല. ഞാൻ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നില്ല. നിങ്ങളാണ് ആകുന്നത്. ഞാൻ ബ്രഹ്മാണ്ടത്തിൻ്റെ അധികാരിയാണ്. ബ്രഹ്മാണ്ടത്തിൽ എല്ലാവരും വരുന്നു. ഇപ്പോഴും അവിടെ അധികാരിയായി ഇരിക്കുകയാണ്. അവർക്ക് പിന്നെ വരേണ്ടതുണ്ട്. എന്നാൽ അവർ വന്ന് വിശ്വത്തിൻ്റെ അധികാരിയാകുന്നില്ല. വളരെയധികം മനസ്സിലാക്കിച്ചു തരുന്നു. ആരെങ്കിലും വളരെ നല്ല സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്കോളർഷിപ്പ് നേടുന്നു. വണ്ടറാണ്. നമ്മൾ പവിത്രമാകും എന്ന് ഇവിടെ പറയുകയും ചെയ്യുന്നു. പിന്നെ പോയി പതീതമാകുന്നു. ഇങ്ങനെയുള്ള അപക്വമായവരെ കൊണ്ടുവരാതിരിക്കൂ. ബ്രാഹ്മണിയുടെ ജോലിയാണ് പരിശോധിച്ച ശേഷം കൊണ്ടുവരിക എന്നത്. നിങ്ങൾ അറിയുന്നുണ്ട്, ആത്മാവ് തന്നെയാണ് ശരീരം ധാരണ ചെയ്ത് പാർട്ട് അഭിനയിക്കുന്നത്.
അതിന് അവിനാശി പാർട്ട് ലഭിച്ചിരിക്കുകയാണ്. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ലൈറ്റ് ഹൗസായി എല്ലാവർക്കും ശാന്തിധാമത്തിലേക്കും സുഖധാമത്തിലേക്കുമുള്ള വഴി പറഞ്ഞു കൊടുക്കണം. എല്ലാവരുടെയും തോണിയെ ദുഃഖധാമത്തിൽ നിന്നും മാറ്റുന്നതിൻ്റെ സേവനം ചെയ്യണം. തൻ്റെയും മംഗളം ചെയ്യണം. തൻ്റെ ശാന്ത സ്വരൂപ സ്ഥിതി ചെയ്ത് ശരീരത്തിൽ നിന്നും ഡിറ്റാച്ച് ആകുന്നതിൻ്റെ അഭ്യാസം ചെയ്യണം. ഓർമ്മയിൽ കണ്ണുകൾ തുറന്നിരിക്കണം. ബുദ്ധി കൊണ്ട് രചയിതാവിനെയും രചനയെയും സ്മരിക്കണം. വരദാനം: തൻ്റെ സങ്കല്പങ്ങളെ ശുദ്ധവും ജ്ഞാനസ്വരൂപവും ശക്തിസ്വരൂപവും ആക്കുന്ന സമ്പൂർണ്ണ പവിത്രമായി ഭവിക്കട്ടെ. ഭാവിക്ക് സമാനം ആകുന്നതിനായി പവിത്രതയുടെ ഫൗണ്ടേഷൻ ഉറപ്പിക്കൂ. ഫൗണ്ടേഷനിൽ ബ്രഹ്മചര്യ വ്രതം ധാരണ ചെയ്യുന്നത് കോമൺ കാര്യമാണ്. കേവലം ഇതിൽ സന്തോഷിച്ചാൽ പോരാ. ദൃഷ്ടിയുടെയും വൃത്തിയുടെയും പവിത്രതയ്ക്ക് ഇനിയും അണ്ടർലൈൻ ചെയ്യൂ. അതിനോടൊപ്പം തൻ്റെ സങ്കല്പങ്ങളെ ശുദ്ധവും ജ്ഞാനസ്വരൂപവും ശക്തിസ്വരൂപവുമാക്കൂ. സങ്കല്പത്തിൽ ഇപ്പോൾ വളരെയധികം ദൗർബല്യം ഉണ്ട്. ഈ ദൗർബല്യത്തെയും സമാപ്തമാക്കൂ. അപ്പോൾ സമ്പൂർണ്ണ പവിത്ര ആത്മാവ് എന്ന് പറയും. സ്ലോഗൻ: ദൃഷ്ടിയിൽ സർവരെ പ്രതിയും ദയയും ശുഭഭാവനയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ അഭിമാനത്തിൻ്റെയും അപമാനത്തിൻ്റെയും അംശം പോലും വരികയില്ല. ഓം ശാന്തി. ഞാൻ ആത്മാവ് ഒരു തിളങ്ങുന്ന നക്ഷത്രമായി ഭൃഗുടിയാകുന്ന സിംഹാസനത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഞാൻ ശാന്തമാണ്. പീസ് ഹൗസാണ്. ഓം ശാന്തി. ശാന്തിയുടെ സ്വരൂപമാണ്. എന്നിൽ നിന്നും നാനാഭാഗത്തേക്കും ശാന്തിയുടെ വൈബ്രേഷൻസ് വ്യാപിക്കുകയാണ്. പരമധാമത്തിൽ ശാന്തിയുടെ സാഗരമായ പരമജ്യോതിസായ ശിവബാബയിൽ നിന്നും ശാന്തിയുടെ അനന്ത കിരണങ്ങൾ നാനാഭാഗത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ശാന്തിയുടെ ആ കിരണങ്ങൾ ഇപ്പോൾ താഴേക്ക് വരികയാണ്. എന്നിൽ ഉൾക്കൊള്ളപ്പെടുകയാണ്. പരമാത്മാ ശാന്തി എന്നിൽ നിറഞ്ഞ് നാനാഭാഗത്തേക്കും വ്യാപിക്കുകയാണ്. മുഴുവൻ വിശ്വത്തിലും ശാന്തിയുടെ ഈ തരംഗങ്ങൾ എത്തിച്ചേരുകയാണ്.
മുഴുവൻ വിശ്വത്തിലും അനേകം ആത്മാക്കൾ അനേകം കാരണങ്ങളാൽ അശാന്തിയുടെ ജ്വാലയിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്നു. പരമാത്മാ ശാന്തിയുടെ ഈ തരംഗങ്ങൾ ശീതളമായ വൈബ്രേഷൻസ് 4 ഭാഗത്തും വ്യാപിച്ച് ആ ആത്മാക്കളുടെ ചിത്തത്തിലെ അശാന്തിയുടെ അഗ്നിയെ അണയ്ക്കുന്നു. ആ സർവ ആത്മാക്കളുടെയും മനസ്സ് ശാന്തമായി കൊണ്ടിരിക്കുന്നു. പരമാത്മാ ശാന്തി എന്നിൽ നിറഞ്ഞ് 4 ഭാഗത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. മുഴുവൻ വിശ്വത്തിലും ഡീപ് സൈലൻസ് രക്ഷിക്കപ്പെടുന്നു. ഞാൻ ശാന്തിയുടെ ഫരിഷ്തയാണ്. സൂക്ഷ്മലോകത്തിലേക്ക് ഞാൻ എത്തിച്ചേരുന്നു. ഞാൻ ബാപ്ദാദയുടെ കൂടെയാണ്. ബാബയുടെ മസ്തകത്തിൽ നിന്നും ശാന്തിയുടെ അനന്ത കിരണങ്ങൾ താഴെ ലോകത്തിൽ വ്യാപിക്കുന്നു. ശാന്തിയുടെ സാഗരത്തിൻ്റെ ശാന്തിയുടെ സമ്പൂർണ്ണ പ്രവാഹം വിശ്വത്തിലെ മുഴുവൻ ആത്മാക്കളിലും എത്തിച്ചേരുന്നു. ഞാനും ബാബയുടെ കൂടെ പീസ് ഹൗസായി സ്ഥിതി ചെയ്യുന്നു. ഞാൻ ശാന്തിയുടെ ഫരിഷ്തയാണ്. എൻ്റെ മസ്തകത്തിൽ നിന്നും എൻ്റെ നയനങ്ങളിൽ നിന്നും ശാന്തിയുടെ കിരണങ്ങൾ മുഴുവൻ ലോകത്തിലും വ്യാപിക്കുകയാണ്.
സൂക്ഷ്മ ലോകത്തിൽ നിന്നും ബാബ് ദാദയോടൊപ്പം ഞാനും ശാന്തിയുടെ വൈബ്രേഷൻസ് മുഴുവൻ വിശ്വത്തിലേക്കും വ്യാപിപ്പിക്കുന്നു. ലോകത്തിലെ അനേകം ആത്മാക്കൾ ശാന്തിയുടെ അനുഭവം നേടി ശാന്തിയുടെ സാഗരമായ ബാബയിലേക്ക് ആകർഷിതരാകുന്നു. ഇപ്പോൾ ഞാൻ തിളങ്ങുന്ന മണിയായ ആത്മാവ് സൂക്ഷ്മ ദേഹത്തിൽ നിന്നും വേർപെട്ട് ശാന്തിധാമം ആകുന്ന എൻ്റെ ആത്മഗ്രഹത്തിലേക്ക് സഞ്ചരിക്കുന്നു. ഞാൻ ശാന്തിധാമത്തിലാണ്. ഇവിടെ 4 ഭാഗത്തും അസീമമായ ശാന്തിയാണ്. എൻ്റെ ചിത്തം സമ്പൂർണ്ണ ശാന്തിയിൽ സ്ഥിതി ചെയ്യുന്നു. എൻ്റെ മുന്നിൽ ശാന്തിയുടെ സാഗരത്തെ ഞാൻ ദർശിക്കുന്നു. ശാന്തി സാഗരത്തിൽ നിന്നും ശാന്തിയുടെ അനന്ത കിരണങ്ങൾ താഴെ മുഴുവൻ ലോകത്തിലേക്കും വ്യാപിക്കുകയാണ്. ഞാൻ ആത്മാവ് മാസ്റ്റർ ശാന്തി സാഗരമാണ്. ശാന്തി സാഗരമായ ബാബയോടൊപ്പം മുഴുവൻ വിശ്വത്തിലേക്കും ശാന്തിയുടെ വൈബ്രേഷൻസ് വ്യാപിപ്പിക്കുകയാണ്. ശാന്തിയുടെ ഈ വൈബ്രേഷൻസ് സർവ ആത്മാക്കളെയും ശാന്തമാക്കിക്കൊണ്ടിരിക്കുന്നു.
ലോകത്തിൽ നിന്നും അശാന്തി മാഞ്ഞു പോവുകയാണ്. ശാന്തിയുടെ തരംഗങ്ങൾ പ്രാപ്തമാക്കി എല്ലാ ആത്മാക്കളുടെയും ചിത്തം ശാന്തമാകുന്നു. അന്തരീക്ഷം മുഴുവൻ ശാന്തിയുടെ തരംഗങ്ങൾ നിറഞ്ഞ് സമ്പൂർണ്ണ ശാന്തമാകുന്നു. ഞാനും ശാന്തി സാഗരവുമായി കമ്പൈൻഡ് ആയിരിക്കുന്നു. എന്നിലും സമ്പൂർണ്ണ ഈശ്വരീയ ശാന്തിയുടെ നിറവ് ഞാൻ അനുഭവിക്കുന്നു. പരമാത്മാ ശാന്തിയാൽ നിറഞ്ഞിരിക്കുന്ന ഞാൻ ആത്മാവ് താഴേക്ക് വരുന്നു. സൂക്ഷ്മ ലോകത്തിലേക്ക് എൻ്റെ സൂക്ഷ്മ ശരീരത്തിൽ ഞാൻ പ്രവേശിക്കുന്നു. ഞാൻ ശാന്തിയുടെ ഫരിഷ്തയാണ്. എന്നിൽ നിന്നും നാനാഭാഗത്തേക്കും ശാന്തിയുടെ പ്രകാശം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ശാന്തിയുടെ ഫരിഷ്തയായ ഞാൻ ശാന്തിയുടെ പ്രകാശം നാനാഭാഗത്തും വ്യാപിപ്പിച്ചുകൊണ്ട് താഴേക്ക് വരുന്നു. ആകാശം മുഴുവൻ ശാന്തിയുടെ തരംഗങ്ങളാൽ നിറയുന്നു. മുഴുവൻ പ്രകൃതിയും ശാന്തിയുടെ കിരണങ്ങൾ ഉൾക്കൊള്ളുകയാണ്. ഫരിഷ്തയായ ഞാൻ എൻ്റെ സ്ഥൂല ദേഹത്തിലേക്ക് പ്രവേശിക്കുന്നു. ഞാൻ ശാന്തിയുടെ ഫരിഷ്തയായി ദേഹത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ദേഹം മുഴുവൻ ശാന്തിയുടെ പ്രകാശ കിരണങ്ങൾ വ്യാപിച്ച് സർവ കർമ്മേന്ദ്രിയങ്ങളും സമ്പൂർണ്ണ ശീതളവും ശാന്തവും ആകുന്നു. ശരീരത്തിലെ ഓരോ കോശങ്ങളിലും ഈശ്വരീയ ശാന്തി നിറയുന്നു. എൻ്റെ ശരീരവും മനസ്സും ശാന്തിയുടെ ശക്തിയാൽ
സമ്പന്നം ആയിരിക്കും.